ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഒരൊറ്റ ചേരുവ വെച്ചിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ജെൽ ഫുഡ് കളറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം, അതേപോലെ ഡെസേർട്ട്സിൽ ഉപയോഗിക്കാം, ഐസ്ക്രീമിൽ ഉപയോഗിക്കാം, ക്രീമിൽ ഉപയോഗിക്കാം, എല്ലാത്തിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ വലിയ ഒരെണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒന്ന് മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ദിവസം ഇത് സൂക്ഷിക്കേണ്ട. നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു 3 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഈ ഒരു കളറ് ഉണ്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ ഒരു ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഗ്രേറ്റ് ചെയ്യാല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം ഈ ഒരു ബീട്രൂട്ട് ഒരു 2 കപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 3 കപ്പ് വെള്ളത്തിലാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇത് കുക്കായിട്ട് ഈ 3 കപ്പ് വെള്ളം ഒരൊറ്റ കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് അത് കുക്ക് ചെയ്ത് വറ്റിച്ചിട്ടെടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് അത് ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബീട്രൂട്ടൊക്കെ ഇതിൽ നിന്ന് അരിച്ച് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മൾ 3 കപ്പ് വെള്ളത്തിന് പകരം ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഇത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ബാക്കി പ്രോസസ്സ് അതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഒരു വട്ടം കൂടി കുക്ക് ചെയ്യാനുള്ള റെഡ് കളർ അതിലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്കൊരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1 കപ്പാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ആ ഒരു അളവിൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. അപ്പോൾ അത്ര ഒരു തിക്നെസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഇത് വറ്റിച്ചെടുക്കുന്ന സമയത്ത് കിട്ടില്ല കേട്ടോ. നമുക്കൊരു ചെറിയ ബോട്ടിൽ, ഒരു 100 രൂപയുടെ ബോട്ടിൽ നമ്മൾ എത്രയാണോ വാങ്ങുന്നത് ആ ഒരു അളവിൽ തന്നെ ഇതിൽ നിന്നും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ. ഇനി ഇത് നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അത് വറ്റിച്ചിട്ടെടുക്കണം. നന്നായിട്ട് വറ്റിയിട്ട് വരും. നിങ്ങൾക്ക് ഇനി ജെൽ കളർ വേണ്ട, നമ്മൾ അല്ലാത്ത ലിക്വിഡ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജെൽ കളർ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല തിക്നെസ് ഉണ്ടാവും. നമുക്ക് കളറിലൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ച് അത് വറ്റിയിട്ട് വരണം. ഇതിപ്പോൾ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ജെൽ കളർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലൊക്കെ നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അധികം ഉണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചല്ലേ കേക്കിലൊക്കെ ഈ ഒരു കളർ യൂസ് ചെയ്യൂ ജെൽ കളർ ആവുന്ന സമയത്ത്. അതുകൊണ്ടാണ് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ബൗളിലാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നിങ്ങളുടെ കാലിയായിട്ടുള്ള റെഡ് കളറിൻ്റെ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാക്കി വെച്ചാലും മതി. നമുക്കൊരു 3 ആഴ്ച വരെ കേടുകൂടാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒരു 3 വീക്സ് വരെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിലധികം ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോകരുത്.